ഈ കാലിത്തീറ്റയ്ക്ക് പുറമെ 15 കിലോ തീറ്റപ്പുല്ലും പശുക്കൾക്ക് ദിവസേന നൽകുന്നുണ്ട്. തീറ്റപ്പുല്ല് ബാബുവിന്റെ പുരയിടത്തിൽ തന്നെ സുലഭം. 2 ഏക്കർ സ്ഥലത്താണ് പുൽകൃഷി നടത്തുന്നത്. CO3 ഇനത്തിൽപ്പെട്ട ഈ മേൽത്തരം പുല്ലുകൾക്ക് വളർച്ച കൂടുതലുണ്ട്. ധാരാളം വെള്ളവും വെയിലും ലഭിക്കുന്ന സ്ഥലമായതിനാൽ പുല്ല് നന്നായി വളരുന്നു. പശുവിന്റെ ചാണകവും ഗോബർ ഗ്യാസ് സ്ലറിയും ഈ പാടത്തേക്കാണ് ഒഴുക്കിവിടുന്നത്. 20 ദിവസത്തിൽ ഒരു തവണ വീതം പുല്ല് വെട്ടിയെടുക്കാം. 25 പശുക്കൾക്ക് 1 ഏക്കർ പുല്ല് കൃഷി ധാരാളമാണെന്ന് ബാബു പറയുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, നന്നായിട്ട് ഏതാണ്ട് ഒരു മാസം പ്രായമായി നിൽക്കുന്ന പുല്ലാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് ആ വെയിലേറ് കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ ഈ തൊഴുത്ത് ഷെഡ് ക്ലീൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ആ മൂത്രവും ചാണകവും ആ വെള്ളവും എല്ലാം കൂടി ഇതിനകത്തേക്ക് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഗോബർ ഗ്യാസിൻ്റെ സ്ലറി അതും ഈ ഫോഡറിലേക്ക് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സഫീഷ്യൻ്റാണ്. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് ഒരു 25 പശുവിന് എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ ഏരിയ ആണെങ്കിൽ 1 ഏക്കർ ഇതുണ്ടെങ്കിലും സഫീഷ്യൻ്റാണ്. CO3 ഇനം പുല്ല് നീളം കൂടിയവ ആയതിനാൽ വെട്ടിയെടുക്കുവാനും എളുപ്പമാണ്. ജോലിക്കാരുടെ സമയവും ലാഭിക്കാം. പുല്ലിൻ്റെയും പുല്ല് ചെത്തിൻ്റെയും ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത് രാമകൃഷ്ണക്കുറുപ്പ് തന്നെ. ഒരു ദിവസം ഏകദേശം 600 കിലോ പുല്ലാണ് വേണ്ടിവരിക. പുല്ലുകെട്ടുകൾ മെതുവെ നടന്നു നീങ്ങുന്നത് രസകരമായ കാഴ്ച തന്നെ. ബാബുവിന്റെ കാലിത്തൊഴുത്തിനുമുണ്ട് തനതായ ശൈലി. അടുത്തടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫാനുകൾ പശുക്കളെ അമിത ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നു. ഒപ്പം തൊഴുത്തിലെ താപനില നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യുന്നു. ആവശ്യത്തിന് പ്രകാശം ലഭിക്കുവാനായി ട്യൂബ് ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. രാത്രി മുഴുവനും അവ കത്തിത്തന്നെ കിടക്കും. പശുക്കൾക്ക് ഒരൽപ്പം എൻജോയ്മെൻ്റ് കൂടി വേണമല്ലോ. അതിനുമുണ്ട് ഒരു പോംവഴി. നല്ല അടിപൊളി തമിഴ് പാട്ടുകൾ തൊഴുത്തിലെ സ്പീക്കറുകളിൽ നിന്ന് ഒഴുകിയെത്തുന്നുണ്ട്. രോഗങ്ങളിൽ നിന്ന് പശുവിനെ സംരക്ഷിക്കുവാൻ ബാബു തീവ്രമായി ശ്രദ്ധിക്കുന്നുണ്ട്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും ശുശ്രൂഷകളും യഥാസമയം നൽകി വരുന്നു. പശുക്കളെ ഇൻഷൂർ ചെയ്തിട്ടുമുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ അച്ഛൻ സഹായിയായി നിൽക്കുന്നത് ബാബുവിന് തണലാകുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തു പോകുമ്പോഴൊക്കെ പശുക്കളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹമാണ് വഹിക്കുന്നത്. ജോലിക്കാരടക്കമുള്ള എല്ലാവരും പശുക്കളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അവയുടെ ഓരോ നിശ്വാസങ്ങൾക്കും എപ്പോഴും കാതുകൊടുത്തുകൊണ്ടാണ് ഈ സ്നേഹപ്രകടനങ്ങൾ. ഡയറി ഫാമിനെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളോട്, പശുവിനോടും മൃഗങ്ങളോട് ഒരു സ്നേഹവും വാത്സല്യവും ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനോടൊരു താല്പര്യം. പിന്നീട് കഴിയുന്നിടത്തോളം പഠിക്കാൻ ശ്രമിക്കുക. ആരിൽ നിന്നാണെങ്കിലും പല ഡയറി ഫാമുകൾ സന്ദർശിച്ചും പല ഈ വെറ്റിനറി ഡോക്ടേഴ്സിനുമായിട്ട് ഡിസ്കസ് ചെയ്തും ഇതിൻ്റെ രോഗങ്ങളെക്കുറിച്ചും ഇതിൻ്റെ തീറ്റ ക്രമങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ഒറ്റയടിക്ക് ഒരു വലിയൊരു ഫാം തുടങ്ങാതെ എൻ്റെ അഭിപ്രായത്തിൽ ഗ്രാജ്വലി വളർന്നു വരുന്നതായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അമൃതപൂർണേശ്വരിയായ കാമധേനു അവളുടെ നന്ദി പ്രകടിപ്പിക്കുക കൂടുതൽ പാൽ ഉൽപാദനം വഴി തന്നെ. പതഞ്ഞു പൊങ്ങുന്ന ഈ പാലാഴി ആരുടെ മനസ്സിനെയാണ് തെല്ലെന്ന് ത്രസിപ്പിക്കാതിരിക്കുക? കറന്നെടുത്ത പാൽ നന്നായി അരിച്ചെടുത്ത് ക്യാനുകളിൽ സംഭരിക്കുന്നു. സൊസൈറ്റിയുടെ വണ്ടിയിൽ പാൽ കയറ്റി വിടുകയാണ് ചെയ്യുക. വിൽപ്പനയും കണക്കുകളും കൈകാര്യം ചെയ്യുന്നത് ബാബുവിൻ്റെ സഹധർമ്മിണിയാണ്. ഫൈനാൻസ് മാനേജരായിരുന്ന ബാബുവിൻ്റെ ഡയറി ഫാമിൻ്റെ ഇപ്പോഴത്തെ ഫൈനാൻസ് മാനേജരാണ് അവർ. എല്ലാ ദിവസവും ലാഭനഷ്ടങ്ങൾ ഗണിക്കുന്നതിനാൽ കണക്കുകൾ പാലുപോലെ നിർമ്മലവും സുതാര്യവുമാകുന്നു. ഇപ്പോൾ തീരെ ടെൻഷനില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ക്ഷീരകർഷകർ. നല്ല കന്നുകുട്ടികളുടെ ഉൽപാദന രംഗത്ത് നമ്മുടെ സർക്കാരിന് കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെന്നാണ് ബാബുവിൻ്റെ ആക്ഷേപം.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇനത്തിലുള്ള ഒരു കിടാക്കളെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പോളിസിയോ അല്ലെങ്കിൽ നല്ല ഇനത്തിലുള്ള പശുക്കളെ ഇവിടെ കിടാക്കളെ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളൊരു പോളിസിയോ ഒന്നും അത്ര ആക്റ്റീവായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഇവിടെ ഒന്നും കിട്ടുന്നില്ല നല്ല പശുക്കളെ. ഇല്ല എന്ന് പറയുന്നില്ല, 1-2 ഇടയ്ക്ക് പല ഭാഗത്തുകളും ഇങ്ങനെ കേരളം മുഴുവൻ കറങ്ങി കഴിഞ്ഞാലാണ് നമുക്കൊരു 10 പശുവിനെ കിട്ടണമെങ്കിൽ കേരളം മുഴുവൻ കറങ്ങേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബെൽറ്റിൽ, അതായത് ഇപ്പം പല്ലടം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ വേണമെങ്കിൽ ഒരു 100 പശുവിനെ വേണമെങ്കിൽ സംഘടിപ്പിക്കാം. അവിടെ അങ്ങനെ ആ നല്ല പശുക്കളെ ഈ ഓരോ വീടുകളിലും വളർത്തി ഇങ്ങനെ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് കൊടുക്കുന്നു. ബാബുവിൻ്റെ ഫാമിലുള്ള പശുക്കളിൽ പകുതിയും ചെനയായിട്ടിരിക്കുകയാണിപ്പോൾ. പാലുൽപാദനം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് 20 പശുക്കളെ കൂടി വാങ്ങുന്ന പുതിയ പ്രൊജക്റ്റിലാണ് അദ്ദേഹം. ഈ കന്നുകാലികൾ തമിഴ്നാട്ടുകാരായിരുന്നു. കേരളത്തിലേക്കുള്ള കൂടുമാറ്റത്തിൽ ഇവ ബാബുവിനോട് നന്ദി പറയുന്നുണ്ടാവാം. ഇവിടെ അവർക്ക് മികച്ച ആഹാരവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ലഭിക്കുന്നു. അധ്വാനശാലിയായ ഈ മനുഷ്യനൊപ്പം അവർ ഹൃദയതാളങ്ങൾ പങ്കിടുന്നു. പാലുൽപാദന മേഖലയ്ക്കു നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അതിസാഹസികമായി കാലി വളർത്തലിനെ നെഞ്ചേറ്റിയ കർഷകനാണ് ഇദ്ദേഹം. അതുവഴി തൊഴിൽ സാഫല്യവും സാമ്പത്തിക ഭദ്രതയും ആവോളം നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ യാത്രകൾ ഓരോന്നും അങ്ങേയറ്റം സഫലമാകുന്നുവെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നു. ബാബുവിനെ പോലെ സ്വയം മാതൃകയാവുന്ന കരുത്തുറ്റ കർഷകരെ തേടിയുള്ള ഹരിതഭാരതത്തിൻ്റെ മഹാപ്രയാണം അവിരാമം തുടരുകയാണ്.